തിയറിറ്റിക്കൽ ക്ലാസ് പോലെ ഇങ്ങനെ നിങ്ങളെ വളച്ചൊടിച്ച് എഴുതിയൊന്നും പഠിപ്പിക്കത്തില്ല. ഓക്കെ, സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ പറയും. അത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തും. മനസ്സിലായോ? പരിശുദ്ധാത്മാവാണ് നിങ്ങളെ. നിന്റെ ഉള്ളിൽ ഒരു വ്യത്യാസം വന്നില്ല, അതാരാ ബോധ്യം തന്നെ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രസംഗിച്ചാലും ഒന്നും സംഭവിക്കുന്നില്ല. മനസ്സിലായോ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് കൂടെ നീ പ്രസംഗിച്ചാലോ നീ ശുശ്രൂഷിച്ചാലോ അവിടെ വിടുതൽ നടക്കും, രോഗസൗഖ്യവും നടക്കും. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ, രോഗസൗഖ്യം എന്റെ അവകാശമാണ്. ഓക്കെ, ഇവര് പറയും രോഗസൗഖ്യം എന്ന് പറയും. ഇവര് പറയും രോഗസൗഖ്യം, ഇവര് പറയും എന്റെ അവകാശം. ഓക്കെ, റെഡിയല്ലേ? പറഞ്ഞു. രോഗസൗഖ്യം അവകാശം, രോഗസൗഖ്യം എന്റെ 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 അവകാശം. വിശ്വാസം വിശ്വാസം വരുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. ഹല്ലേലൂയ. അന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ ആരാധിക്കണം. നമ്പർ 1 കണ്ടീഷൻ. അത് പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് കൊടുത്ത ഒരു കൽപ്പനയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. ശ്രദ്ധിക്കുക, സ്നേഹം ഉണ്ട്, ആരാധനയുണ്ട്. ഓക്കെ, അതായത് പറയുന്ന സിനിമാ നടന്മാരുടെ ആരാധകരാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അത് ലോകം പറയുന്നു. ഓക്കെ, എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റും, എന്നാൽ എനിക്ക് നിങ്ങളെ ആരാധിക്കാൻ പറ്റില്ല. ആരാധനയ്ക്ക് യോഗ്യനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അവന്റെ പേരാണ്. ഓക്കെ, അതുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് മോശയുടെ അധരങ്ങളിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. worship the Lord your God and his blessing will be on your food and water and I will take away sickness among you. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റും, നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്നെ ആരാധിക്കത്തില്ല, എനിക്ക് നിങ്ങളെ ആരാധിക്കത്തില്ല. ആരാധിക്കുന്നവൻ ഒരുവൻ മാത്രം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സ്നേഹത്തിൻ്റെ മറ്റൊരു ഡയമെൻഷനാണ്, മറ്റൊരു ലെവൽ എന്നൊക്കെ പറയാം. അത്യുന്നതത്തിലുള്ള ഒരു ലെവലാണ് ആരാധന. എന്തിൻ്റെ? സ്നേഹത്തിൻ്റെ. മനസ്സിലായോ? അപ്പോൾ സ്നേഹം മൂത്താൽ ആരാധന വെളിപ്പെടും. ഹല്ലേലൂയ. സ്നേഹം മൂത്ത് കഴിഞ്ഞാൽ ആരാധന ഉണ്ടാകും. ഹല്ലേലൂയ. പാപം ഗർഭം ധരിച്ച് മരണത്തെ പ്രസവിക്കുന്നു. ബൈബിൾ പറയുന്ന പാപം ഗർഭം ധരിച്ച് മരണത്തെ പ്രസവിക്കുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഓക്കെ, വിശുദ്ധി ഗർഭം ധരിച്ച് അത്ഭുതങ്ങളെ പ്രസവിക്കുന്നു. വിശുദ്ധി ഗർഭം ധരിച്ച് അത്ഭുതങ്ങളെ പ്രസവിക്കുന്നു. ഓക്കെ, അതായത് സ്നേഹം ഗർഭം ധരിച്ച് ആരാധനയെ പ്രസവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും, എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ഓക്കെ, സത്യത്തിലും ആത്മാവിലും. അതാണ് യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചത്. എങ്ങനെയാണ് ആരാധിക്കേണ്ടത് പിതാവിനെ? അപ്പം ആരാധന എങ്ങനെയായിരിക്കും? അത് അടുത്ത തലമായിരിക്കും. ഹല്ലേലൂയ. ഈ അതായത് ദൈവത്തെ ഇങ്ങനെ പ്രാർത്ഥിച്ച്, ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ച്, ഭാഷാവനത്തിൽ പ്രാർത്ഥിച്ച്, ഇങ്ങനെ ആരാധിച്ച് 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 അതിൽ ഞാൻ പല തവണ ലോസ്റ്റ് ആയിപ്പോയി.
വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വെളിവുമില്ല. എന്താ ഞാൻ എവിടെയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. നിമിഷമില്ല. ആരാധനയിൽ നമ്മൾ അങ്ങ് ലയിച്ചു കഴിഞ്ഞാൽ അഭിഷേകം വന്ന് നമ്മളെ ടേക്ക് ഓവർ ചെയ്യും. Praise the Lord. പിന്നെ നമുക്ക് ഒന്നും അറിയത്തില്ല എന്താ ചെയ്യുന്നതെന്നും എന്താ പ്രവർത്തിക്കുന്നതെന്നും. അത് എൻ്റെ റൂമിൽ ഞാൻ തന്നെ പ്രാർത്ഥിക്കും, എനിക്കുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെയാണ്. Praise the Lord. അപ്പോൾ ഈ അഭിഷേകത്തിന്റെ അതിശക്തമായ ശക്തി നമ്മളെ തൊട്ട് കഴിയുമ്പോൾ we lost. ദൈവത്തിനെ ആരാധിക്കുന്നതിൽ നമ്മൾ ലോസ് ആയി പോകും. നമ്മൾ ഏതോ ലോകത്തിലേക്ക്. So you worship the Lord. അതുകൊണ്ടാണ് ആരാധനയെങ്കിൽ പൗലോസും ശിലാസും രാത്രിയിൽ മിഡ്നൈറ്റിൽ അർദ്ധരാത്രിയിൽ ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അത് മാത്രമല്ല, പിന്നെ കുലുങ്ങി ജയിലറകൾ തന്നെ തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. അവർ വെളിയിൽ ചാടി, അവർ ഓടി ഒളിച്ചു എന്ന് പറയുന്നുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയുന്ന കാര്യം, ദൈവത്തെ ആരാധിച്ചാൽ, സമയം ചിലവാക്കി ദൈവത്തെ ആരാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ പുറകെ വരും. ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ പുറകെ വരും. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. എന്താ പറഞ്ഞത്? ഈ അടയാളങ്ങൾ നിങ്ങളെ അനുഗമിക്കും എന്നാണ് യേശു പറഞ്ഞത്. നീ വിശ്വസിച്ചാൽ, അപ്പോൾ നീ വിശ്വസിച്ച് ആരാധിച്ചാൽ നിനക്ക് ചുറ്റിലും അത്ഭുതങ്ങളായിരിക്കും. ഹല്ലേലൂയ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് വാതിൽ തുറക്കുമ്പോൾ നന്മയും കാരുണ്യവുമായിരിക്കും നിന്റെ ഭവനത്തിന്റെ മുൻപിൽ. ഹല്ലേലൂയ. അതൊന്ന് ചിന്തിച്ചു നോക്കി. പിന്നെ ഇവിടെ രോഗികളായിട്ടുണ്ടല്ലോ നിങ്ങൾ ഇന്ന് മനസ്സിൽ ഇപ്പോൾ തന്നെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ സങ്കല്പിക്കുക. എന്താ സങ്കല്പിക്കുന്നത്? ഇന്ന് രാത്രിയുടെ ഹീലിംഗ് മിനിസ്ട്രിയിൽ, രോഗസൗഖ്യ ശുശ്രൂഷയിൽ ഞാൻ സൗഖ്യമാണ്. സൗഖ്യമാകുന്നത് നിങ്ങൾ സ്വപ്നത്തെ സങ്കല്പിച്ച് കാണണം. നിങ്ങൾ സങ്കല്പിക്കണം, എനിക്ക് വിടുതലാകുന്നു, ഞാൻ അഭിഷേകത്താൽ നിറയുന്നു എന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഒരുക്കിയെടുക്കണം. റെഡിയാണോ? ഒരുക്കിയെടുക്കാൻ റെഡിയാണോ? ഞാൻ നിങ്ങളോട് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിടെ ശക്തമായിട്ട് പ്രകടമാകുന്നുണ്ട്. പൗലോസ് പറഞ്ഞു, ഞാൻ മനുഷ്യന്റെ ജ്ഞാനത്താലോ ബുദ്ധിയാലോ അല്ല പ്രസംഗിക്കുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവും അവന്റെ ശക്തിയാലുള്ള പ്രദർശനത്താലുമാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നതെന്ന് കൊറിന്ത്യൻ സഭയോട് പൗലോസ് പറയുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം where gospel is preached there is miracles, signs and wonders. എവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു അവിടെ അത്ഭുതവും അടയാളങ്ങളും ഉണ്ടാകും. അതാണ് യഥാർത്ഥ ഗോസ്പൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്. ഈ പാരമ്പര്യ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു, പാരമ്പര്യ ക്രിസ്ത്യാനിയായിട്ട് മരിക്കാനല്ല നിന്റെ വിധി. നിന്റെ വിധി നീ പാരമ്പര്യ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു എങ്കിൽ നീ പൗലോസിനെയും പത്രോസിനെയും പോലെ ആയി പുതിയ സൃഷ്ടികളായി വന്ന യേശു ക്രിസ്തുവിനെ ആരാധിക്കാനും സുവിശേഷം പറയാനുമാണ് നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്. Be fire for the Lord. യേശു ക്രിസ്തുവിന് വേണ്ടി അഗ്നിയായി മാറ്. തീഷ്ണതയേതാണ്. മോശനെ വിളിച്ച് എത്രാമത്തെ വയസ്സിലാണെന്നറിയാമോ? അവന്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി എത്രാമത്തെ വയസ്സിലാണ് വിളിച്ചത് അറിയാമോ? പറഞ്ഞു. 40-ാമത്തെ വയസ്സിൽ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. മോശനെ വിളിച്ചപ്പോൾ, ഇസ്രായേൽ ജനത്തിനെ രക്ഷിക്കാൻ വേണ്ടി, അവനെ വിടുവിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ മോശയ്ക്ക് എത്ര പ്രായം എന്ന് അറിയാമോ? ആർക്ക് പറയാൻ പറ്റും? ഗിഫ്റ്റിന്റെ ബുക്ക് ഒരാൾക്കെങ്കിലും ഗിഫ്റ്റ് കൊടുത്തെങ്കിലേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുക. അപ്പൊ എൻ്റെ ഒരു ബുക്ക് നിങ്ങൾ മേടിച്ചിട്ടില്ലെങ്കിൽ മേടിക്കണം. ഓക്കെ,
ഈ സ്ഥലം വിൽപ്പന നടക്കാതിരിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? സ്ഥലം വിൽപ്പന. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് തളിക്ക്, അത്ഭുതം സൃഷ്ടിക്കപ്പെടും. അത്ഭുതം സൃഷ്ടിക്കപ്പെടും. ഓക്കെ. മോശേനെ തമ്പുരാൻ ഈജിപ്തുകാരെ അല്ല യഹൂദന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഏത് വയസ്സിലാണ്? 84. അതാരാ പറഞ്ഞത്? 84 വരെ പറഞ്ഞു, പിന്നെ 90 പറഞ്ഞു. 80 വയസ്സ്. 40ാമത്തെ വയസ്സ് വരെ ആയപ്പോൾ ഈജിപ്തിൽ നിന്നും മോശ ഒരു ഈജിപ്തുകാരനെ കൊന്നുകളഞ്ഞ സ്ഥലം കിട്ടും. അവൻ ഓടിച്ചത് ഒരു മരുഭൂമിയിലാണ്. അങ്ങനെ മരുഭൂമിയിൽ ജീവിക്കപ്പെടും 40 വർഷം മരുഭൂമിയിൽ അവൻ ആടുമേച്ചോടിരുന്നു. അപ്പോഴാണ് കർത്താവിൻ്റെ ഒരു വിളി വരുന്നത്. ഓനെ, നീ മരുഭൂമിയിൽ ആടുമേയ്ക്കാൻ തന്നെയല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. കേറി വാ, കേറി വാ, കേറി വാ. അടുത്തിരിക്കുന്നത് പറഞ്ഞ കേറി വാ, കേറി വാ മക്കളെ. ഹല്ലേലൂയ. കേറി വാ, നീ വാ. നിന്റെ കാലിൽ തന്നെ കിടക്കുന്ന ചെരുപ്പല്ലേ, അതങ്ങ് ഊരിയിടും. ഇത് വിശുദ്ധ സ്ഥലമാണ്. ഹല്ലേലൂയ. കർത്താവ് ഒരു മുൾപ്പടർപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ മുൾപ്പടർന്ന് ദഹിക്കപ്പെടുന്നില്ല. അതാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി. നിന്നെ ദഹിപ്പിക്കത്തില്ല, എന്നാൽ നിന്നിലുള്ള ചീത്ത സ്വഭാവത്തെ, ദുശീലങ്ങളെ അവൻ ദഹിപ്പിക്കും. നിന്നിലുള്ള പാപത്തെ അവൻ ദഹിപ്പിക്കും, നിന്നെ ദഹിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവിടെയാണ് മോശനെ വിളിച്ച് വേർപെടുത്തുന്നത്. എന്നിട്ട് മോശക്ക് വലിയ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഇട്ട് കൊടുക്കുക. നീ ഇവരെ അങ്ങോട്ട് നയിച്ചു. എന്നിട്ട് നീ ഉടനെ എങ്ങോട്ട് പോകണം? കാനാൻ ദേശത്തേക്ക് പോകണം. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് അവർ സബ്ജക്ട്, ബട്ട് എനിവേ 1 പത്രോസിന്റെ 2:24 വായിച്ചു. 1 പത്രോസ് 2:24. യെസ്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കർത്താവിന്റെ സ്വന്തം ശരീരത്തിൽ വഹിച്ചു അവൻ കുരിശിലേറി. ഈ ന്യൂസ് പേപ്പർ വായിക്കുന്ന പോലെ വായിക്കരുത്. ജീവനുള്ള ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കുറച്ച് തീഷ്ണതയോടുകൂടി വായിക്കുന്നവനെ വായിക്കും. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വെളിപ്പെടുത്തി തരാം. 1, നിങ്ങളുടെ പാപങ്ങൾ അവന്റെ ശരീരത്തിൽ വഹിച്ചു. എല്ലാവരും പറഞ്ഞ്, എൻ്റെ പാപങ്ങൾ യേശുവിന്റെ ശരീരത്തിൽ വഹിച്ചു. എൻ്റെ രോഗം അവന്റെ ശരീരത്തിൽ വഹിച്ചു. ഞാൻ ഫ്രീ ആയി. ഫ്രീ ആയിട്ട് സന്തോഷമൊന്നുമില്ല. ഇതെങ്ങനെയാണ് നമുക്ക് സംഭവിക്കുന്നത്? ഈ ഒരു വിശ്വാസം എനിക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഇതെങ്ങനെയാണ് ലഭിക്കുന്നത്? ഓക്കെ, 2 പേര് വന്നു. 2 പേര് എന്നെ സഹായിക്കുന്നത് വരാം. 2 പേര് മലയാളികൾ വന്നാൽ മതി. ആരെങ്കിലും വാ മക്കളെ, ഓടി വാ. അവനെ ഒരാൾ കൂടെ വാ. ഇവിടെ നിൽക്കും.
ഓക്കെ, ഇങ്ങോട്ട് തിരിഞ്ഞു. ഇതാണ് നിന്റെ രോഗസൗഖ്യം, നിന്റെ വിടുതൽ, നിന്റെ അത്ഭുതം. ഓക്കെ, ഇത് യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഇദ്ദേഹമാണ് രോഗി. ഇദ്ദേഹമാണ് രോഗി. ആർക്കാ ഇവിടെ രോഗസൗഖ്യം ആവശ്യം? പേരെന്താണ്? മിസ്റ്റർ പോൾസനാണ് വേണ്ടത്. ജോബിക്ക് വേണ്ട. മിസ്റ്റർ ജോബിക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, അതായത് ഗിഫ്റ്റും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ. ഇദ്ദേഹത്തിനാണ് എന്ത് വേണ്ടത്? രോഗസൗഖ്യം വേണ്ടത്. ഇതിൻ്റെ ഇടയിൽ വലിയൊരു പുഴ ഒഴുകുന്നു. ഒരു കാരണവശാലും ഈ സഹോദരന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ ഒരു വള്ളമോ തോണിയോ കപ്പലോ ഒന്നുമില്ല. എങ്ങനെയൊക്കെ ഒരു പാലം പോലും ഇല്ല. ഇദ്ദേഹത്തിന് ഇവിടെ കടന്ന് ഇവിടെയുള്ള ഗിഫ്റ്റ്, ഈ അവകാശമായ രോഗസൗഖ്യം മേടിക്കണം അല്ലെങ്കിൽ സ്വന്തമാക്കണം. ഇദ്ദേഹം എന്ത് ചെയ്യും? ഇവിടെ എന്താ ഇദ്ദേഹം നടത്താൻ? നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും? ഇത് എടുക്കും. ഒരു ഹെലികോപ്റ്റർ പോലും ഇല്ല. പറന്നു പോകാമെന്ന് വിചാരിച്ചാൽ എന്തോ ചെയ്യും? ഉറക്കം പറ. കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. അതൊക്കെ. പക്ഷെ അതാ ഞാൻ പറയാം, കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലാണ് ഇദ്ദേഹം. ക്രിസ്ത്യാനിയാണ്. ഓക്കെ, നല്ല ക്രിസ്ത്യാനിയാണ്. നല്ല കത്തോലിക്ക കുടുംബത്തിൽ ഒറിജിനൽ ആയിട്ടുള്ള പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്. അത് കഴിഞ്ഞ് റുഹാധ്യാനത്തിലൊക്കെ വന്ന് വേറെ ധ്യാനത്തിലൊക്കെ പോയി ഒരുവിധ പരിശുദ്ധാത്മാവിനൊക്കെ നിറഞ്ഞ് ഫയറായി വന്ന വ്യക്തിയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഗിഫ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് ചാടി അടിക്കണം. എന്ത് ചെയ്യും? പറ, ഒരു ടൈം പോകും. നിങ്ങൾ പറഞ്ഞാലും മതി. നീന്തുക, ഒരു രക്ഷയില്ല. തിന്നിക്ക അതിനകത്ത് ഇതൊക്കെ ഉണ്ട്. എന്താ പറയുക? അതിൻ്റെ പേര് ക്രോക്കഡൈൽ. മുതല. ഓക്കെ, മുതലയുള്ള പുഴയാ. ഒരു രക്ഷയില്ല. എന്ത് ചെയ്യണം? പെട്ടെന്ന് പറ. ഇദ്ദേഹം ഒരു കാര്യം ചെയ്യണം. ഫിസിക്കലായിട്ട് സാധാരണമായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്തെങ്കിൽ മാത്രമേ അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു രക്ഷയില്ല. ഫിസിക്കലും ആത്മീയതയും അതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാം. അല്ല, ഈ അകലമല്ല, വലിയ പുഴയാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ അടുത്തടുത്ത് നിങ്ങളെ നിർത്തിയെന്നുള്ളൂ ഇവർക്ക് കാണാൻ വേണ്ടി. നിങ്ങളെ അങ്ങ് അപ്പുറത്ത് കൊണ്ട് കിച്ചണിൻ്റെ അവിടെ കൊണ്ട് നിർത്തി കാണുമോ? എവിടെ പോയിട്ട്? അദ്ദേഹം പറയുന്നത് ഇവിടുന്ന് എന്തൊഴുക്കും? അത് നിങ്ങൾക്ക് ഇവിടെ എത്താ. ഇതവിടെ ഫിക്സ്ഡാ. നിങ്ങളത് പോയിട്ട് ഊരിയെടുക്കണം. അത് ഒഴുകാൻ വിട്ടിരിക്കുന്ന സാധനമൊന്നുമല്ല. എന്ത് ചെയ്യണം? വേഗം പറ. നിങ്ങളിവിടെ ഒരു കാര്യം സൃഷ്ടിക്കണം. സൃഷ്ടിക്കാതൊന്നും നടക്കത്തില്ല, അല്ലേ? ഞാൻ ക്ലൂ പറഞ്ഞു. നിങ്ങളിവിടെ ഒരു സാധനം സൃഷ്ടിക്കണം. പണിഷ്മെന്റ്. എന്ത് ചെയ്യും? വിശ്വാസത്തോടെ നിങ്ങൾ പകുതി ഉത്തരം കൊടുക്കും. ഇതെന്ത് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ പറയാം, സമയങ്ങളേണ്ട. ഇദ്ദേഹത്തിന് ഇവിടെ വരണമെങ്കിൽ ഇദ്ദേഹം സ്വന്തമായിട്ടൊരു പാലം ഉണ്ടാക്കണം. വിശ്വാസമെന്ന പാലം. എന്താണ്? വിശ്വാസമെന്ന പാലം. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഫിസിക്കലായിട്ട് കാണിച്ചു തന്നത്, ഭൗതികപരമായിട്ട് കാണിച്ചു തന്നത്. ഇത് നിങ്ങളുടെ രോഗസൗഖ്യമാണ്. നിങ്ങളൊരു രോഗിയാണ്. അപ്പോൾ ആ രോഗസൗഖ്യമെന്ന ഗിഫ്റ്റാണ് കിട്ടേണ്ടത്. അപ്പോൾ വിശ്വാസമെന്ന പാലം സൃഷ്ടിച്ച് അതിലൂടെ കടന്ന് എന്ത് ചെയ്യണം?
ആ സൗഖ്യത്തെ നമ്മൾ എടുക്കണം. മനസ്സിലായോ? അതാണ് നിങ്ങൾക്ക് വേണ്ടത്. താങ്ക് യു.